ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ കുറേ വീഡിയോ നമ്മൾ ഫിഷ് ഐറ്റംസും പിന്നെ കാച്ചിൽ പുഴുങ്ങിയതും കാന്താരി ചമ്മന്തിയൊക്കെ കണ്ടു. ഇനി ഞാൻ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ സ്രാവ് നല്ല വലിയൊരു സ്രാവ് ഇരിക്കുന്നുണ്ടോ. അപ്പൊ എനിക്ക് തോന്നി കുറച്ച് വാങ്ങിച്ചാലോ എന്ന് തോന്നി. സോ ഞാൻ അങ്ങനെ കുറച്ച് സ്രാവ് വാങ്ങിച്ചു. 1 കിലോ സ്രാവാണ് വാങ്ങിച്ചത്. നല്ല വലിയ കഷ്ണമായിട്ട് തന്നെ അവിടെ നിന്ന് നുറുക്കി തന്നു. അപ്പൊ ക്ലീനിങ് വീട്ടിൽ കൊണ്ടുവന്നുള്ള ക്ലീനിങ് അത് ഈസി ആയി കിട്ടി. അപ്പോൾ ക്ലീനിങ് ആണ് കുറച്ച് പാട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കടയിൽ നിന്ന് അത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്രാവ് തേങ്ങ വറുത്തരച്ച് കറി വെക്കുന്നതാണ്. സാധാരണ മുളകിട്ട് ചാറൊക്കെ ഷാപ്പിലൊക്കെ പോകുമ്പോൾ ഫാമിലി റെസ്റ്റോറൻറ്റിലൊക്കെ പോയപ്പോഴത്തേക്ക് അങ്ങനെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ വറുത്തരച്ച് നമ്മൾ സാധാരണ നാട്ടുമ്പുറങ്ങളുടെ വീടുകളിലൊക്കെ ഇങ്ങനെ പണ്ടുള്ള അമ്മമാരൊക്കെ വെച്ച് ഞാനിങ്ങനെ കൂട്ടിയിട്ടുണ്ടാക്കും. വറുത്തരച്ച് എങ്ങനെയാണ് കറി ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ തേങ്ങ വറുത്തരയ്ക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോളൂ. ഇതാ നോക്കിക്കോളൂ, ഒരു സവാള എടുത്തിട്ടുണ്ട്. ചെറിയ സവാളയാണ്, ചെറിയ ഉള്ളിയാണ് ചേർക്കേണ്ടത്. പക്ഷെ ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സവാള എടുത്തത്. പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വലിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വേപ്പിലയും എടുത്തിട്ടുണ്ട് കേട്ടോ. അരമുറി തേങ്ങയാണ് ഞാൻ ഈ ചിരണ്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. അരമുറി തേങ്ങ മതിയാവും, കാരണം ഒരുപാട് കറി ഇപ്പോൾ വലിയ ഫാമിലീസൊക്കെ ആണെങ്കിൽ ഒരുപാട് കറി കൂട്ടേണ്ടി വരും. അപ്പോൾ ഒരുപാട് പേരുണ്ടാവുമല്ലോ, അപ്പോൾ ഒരു മുറി തേങ്ങ വേണം. ഇത് ഞാൻ അരമുറി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് സ്രാവ്. ഇത് ചില സ്ഥലങ്ങളിൽ ചൊറക്ക് അങ്ങനെയും പറയാറുണ്ട്, സ്രാവ് എന്ന്. ഇതിൻ്റെ ഉണക്ക ഞാൻ കൂടുതലായിട്ട് കൂട്ടാറുണ്ട്. അതുപോലെ തന്നെ ഈ പച്ചമീൻ ഇത് 2-3 തവണയും ഞാൻ വെച്ച് നോക്കിയിട്ടുള്ളൂ. ഇനി തേങ്ങ വറുക്കാനായിട്ട് ആവശ്യത്തിന് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് സവോള കുറച്ച് സവോള ആദ്യം നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവോള വേണം. ബാക്കി സവോള നമുക്ക് കറിക്ക് കടുക് വറുക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് തേങ്ങ വറുത്ത് ഒരു ബ്രൗൺ കളറിലോട്ട് എത്തുമ്പോഴാണ് നമ്മൾ പൊടി ഐറ്റംസൊക്കെ ചേർക്കുന്നത്. ഇതിൽ ഞാൻ കുറച്ച് വേപ്പില ചേർത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റി ഈ ഒരു കളർ എത്തിയിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ ഒരു ബ്രൗണിഷ് കളറിലോട്ട് ആവാനുണ്ട് കേട്ടോ. നന്നായിട്ട് വഴറ്റ് സിമ്മിലിട്ട് ചെയ്താൽ മതി. ഒരുപാട് തേയിലിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അടിയിൽ പിടിക്കും, അതുപോലെ തന്നെ കരിഞ്ഞും പോവും, അതിന് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. തേങ്ങയെല്ലാം നന്നായിട്ട് വറുത്ത് വരുന്നുണ്ട്. എണ്ണ ഇനി ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ എന്തായാലും 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടാണ് വറുക്കുന്നത്. വറുത്ത് ഏകദേശം നല്ലൊരു ബ്രൗൺ കളറോടെ ആവും. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു കുത്തൽ ചുവയെല്ലാം മാറി വരുമ്പോഴത്തേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. എരിവ് കുറച്ചാണ് ഞാൻ ചേർക്കുന്നത്, നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് എരിവ് ചേർക്കാം. അതും നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും 2 സ്പൂൺ തന്നെ ഈക്വലായിട്ടാണ് എടുത്തിരിക്കുന്നത്, മുളക് പൊടിയും മല്ലിപ്പൊടിയും. അതിൻ്റെ പച്ച മണമൊക്കെ നന്നായിട്ട് മാറി വരുന്നവരെ വഴറ്റിയെടുക്കണം കേട്ടോ. സിമ്മിലിട്ട് തന്നെ ചെയ്യണം, തീ കൂട്ടി വെക്കരുത്, പൊടികളെല്ലാം കരിഞ്ഞു പോകും. നന്നായിട്ട് വഴറ്റി വരട്ടെ. അപ്പം ഞാൻ മൺചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ. മൺചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒരു 2-2.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വറുത്തരച്ച കറിയല്ലേ, അപ്പോൾ നല്ല എണ്ണ തെളിഞ്ഞ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം മീൻ കണ്ടല്ലോ,
മീൻ നല്ല ഫ്രഷ് പീസസ് ആയിട്ട് കട്ട് ചെയ്ത് സ്ക്വയർ കട്ട് ചെയ്തിട്ട് അവർ തന്നതാണ്. മാർക്കറ്റിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ്. അപ്പം ഇതിനിപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. 2-3 പ്രാവശ്യം ഒന്ന് വിനാഗിരിയൊക്കെ ഇട്ടിട്ട് വാഷ് ചെയ്തെടുത്താൽ മതി. അത്രയും എളുപ്പത്തിൽ കിട്ടി. ഇനിയിപ്പോൾ ഞാനിതിൽ ചേർക്കുന്നത്, ചട്ടി ചൂടായി വരുന്നുണ്ട്, അതിൽ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് വറുത്തരച്ച കറി ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഉലുവ ചേർക്കുന്നുണ്ട്. കുറച്ച് ഉലുവ ചേർക്കാം. ഉലുവയുടെ ഒപ്പം തന്നെ കടുകും കൂടെ ചേർക്കാം കേട്ടോ. കുറച്ച് കടുകും ചേർത്തു. അത് രണ്ടും, കടുകും ഉലുവയും കൂടെ പൊട്ടി വരുമ്പോഴത്തേക്ക് ചേർക്കാനുള്ളതാണ്. ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ ഉള്ളിയാണ് സാധാരണ ചേർക്കുന്നത്. പക്ഷെ ചെറിയ ഉള്ളി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നു, ചീത്തയായി പോയി. അപ്പം ഞാൻ പിന്നെ മെനക്കേടാണ്, തൊലിയൊക്കെ പൊളിച്ചെടുക്കണ്ടേ. അപ്പം അതുകൊണ്ട് പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 3 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കടുകെല്ലാം പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഇഞ്ചി, വെളുത്തുള്ളി ഞാൻ അരപ്പിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വേറെ വെളുത്തുള്ളി വഴറ്റാനായിട്ട് വേണമെന്നില്ല, അതിനകത്ത് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇഞ്ചി ഇട്ട് കൊടുക്കാം ആദ്യം. ഇഞ്ചിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ കറിവേപ്പില, കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി കറിവേപ്പില ഇന്നലെ ഫ്രഷ് കറിവേപ്പില വാങ്ങിച്ചത്, അത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചപ്പോഴത്തേക്ക് അതിൻ്റെ മോയ്സ്ചർ എല്ലാം ഫ്രിഡ്ജ് വലിച്ചെടുത്ത് അത് ഉണങ്ങി കിട്ടി. അതുകൊണ്ട് ഇനി നമ്മൾ ചേർക്കുന്നത് പച്ചമുളക് കട്ട് ചെയ്താട്ടോ. പച്ചമുളക് ഒരു 3 എണ്ണം ചേർത്തിട്ടുണ്ട്. മുളക് പൊടി ഞാനൊരു 2 സ്പൂണേ എടുത്തിട്ടുള്ളൂ. കുറച്ച് എരിവ് മതിയെന്ന് വെച്ചു. ഒരുപാട് എരിവായി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ബാലൻസ്ഡ് ആവത്തില്ല, അതുകൊണ്ടിട്ടാണ്. ഇനി നമുക്ക് അധികം ഇങ്ങനെ ഓരോന്നായിട്ട് ചേർത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്നും ചേർക്കാൻ നിൽക്കണ്ട. എല്ലാം കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കാം, എളുപ്പമാണ്. ഇനി ഇതിൽ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് വഴണ്ട് വേണം. ആ വഴണ്ട് വരുന്ന സമയം മതി ബാക്കി ചേരുവകളെല്ലാം ചേർക്കാനായിട്ട്. അരപ്പ് ഞാൻ വറുത്ത് അരച്ചിട്ട് അധികം വെള്ളം ചേർത്തിട്ടില്ല, എങ്കിലും നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരമുറി തേങ്ങയുടെയാണ് കേട്ടോ. ഒരു തേങ്ങ വേണ്ട, കാരണം അത്രയും കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എടുത്തത്. ഒരുപാട് ചാറ് വേണ്ട. പിന്നെ ഞാൻ പുളി ചേർക്കുന്നത് ചിലർക്ക് വേണമെങ്കിൽ കുടംപുളി ആയിരിക്കും ഇഷ്ടം. ഞാൻ സാധാരണ കുടംപുളി ചേർക്കാറുണ്ട് ഈ കറിക്ക്. പക്ഷേ ഇന്ന് ഞാൻ വാളംപുളിയാണ് ചേർക്കുന്നത്. നമ്മുടെ പിഴിപുളിയില്ലേ, അതൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ളതാണ്. ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഏകദേശം കുതിർന്നിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ കറിയിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വഴണ്ട് വരട്ടെ. അപ്പോൾ ഇതവിടെ നിന്ന് വഴട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അപ്പോൾ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരപ്പ് ചേർക്കണം. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ സവോളയും ഇഞ്ചി, വേപ്പില, പച്ചമുളക് എല്ലാം വഴണ്ട് വരുമ്പോൾ നമ്മൾ ഈ അരപ്പാണ് ചേർക്കുന്നത്. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കണം. ആദ്യം ഈ അരപ്പൊന്ന് സെറ്റ് ആവട്ടെ. ഇനി ഇതിലേക്ക്
ആവശ്യത്തിന് ഉപ്പ്, നമുക്ക് ഈ മീനിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് ഉപ്പ് ചേർക്കുകയാണ്. ഞാനൊരു 2 സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. പുളി ഒഴിക്കുമ്പോഴത്തേക്ക് അത് അങ്ങ് മറിച്ചായി പൊക്കോളും. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് മതിയാവും. ഈ ഒരു ഇത്തിരി കുറുകിയിരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ്, കാരണം ഒരുപാട് ഗ്രേവി വേണ്ട, ഒരു സെമി ഗ്രേവി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും വെള്ളം മതിയാവും. ഇനി അരപ്പ് ഒന്നിരുന്ന് തിളയ്ക്കണം. ഇത് തിള വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചേർക്കുന്നത്, ഈ മീനും പുളിയും ചേർക്കുന്നത്. എങ്കിൽ മാത്രമേ ഈ മീനിലോട്ട് ഈ പുളി, ഉപ്പ്, എരിവ് എല്ലാം കിട്ടുകയുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അരപ്പ് തിളയ്ക്കാതിട്ട് കഴിഞ്ഞാൽ ഒരു പച്ച ചുവ ഉണ്ടാവും, അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അരപ്പ് തിളയ്ക്കുമ്പോൾ നമുക്ക് മീനും പുളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് അടുപ്പത്ത് വെച്ചത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്, ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, പുളി കണ്ടില്ലേ, പുളി ഞാൻ പിഴിഞ്ഞ് വെള്ളമാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ആ പുളി ചേർത്ത് കൊടുക്കാം. അരിച്ചെടുത്താ കേട്ടോ. ആവശ്യത്തിന് പുളി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മീൻ കഷ്ണങ്ങളാണ്. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. തിള വന്നല്ലോ, അപ്പോൾ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട്, ഇത് സാധാരണ കറി വെക്കുമ്പോഴത്തേക്ക് രാത്രി വെച്ച് വെക്കും, എന്നിട്ട് പിറ്റേ ദിവസം അതിൻ്റെ പുളിയും ആ ഒരു ഉപ്പും പുളിയും എരിവും എല്ലാം പിടിച്ച് നല്ല കറി നല്ല അടിപൊളിയായിട്ടിരിക്കും. ഇതിപ്പോൾ 2-3 ദിവസത്തേക്ക് നമുക്ക് കൂട്ടാൻ പറ്റും ഈ കറി. പുറത്ത് തന്നെ പുളിയൊക്കെ ഇട്ട് വെക്കുമ്പോഴത്തേക്ക് പുറത്ത് തന്നെ ഇരുന്നോളും. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാണെങ്കിലും 2-3 ദിവസം നമുക്ക് കൂട്ടാം. വലിയ പീസസ് ആയിട്ട് എടുത്തിരിക്കുന്നത്, ചെറുതായിട്ടല്ല കട്ട് ചെയ്ത് വലിയ പീസസ് ആയിട്ട് തന്നെ വാങ്ങിച്ചിരിക്കുന്നത്. കുറച്ച് ഇങ്ങനെ വേവുണ്ട്. പിന്നെ ഈ മീനിന് സ്രാവിനൊന്നും കളയാനില്ലല്ലോ, അതിൻ്റെ ആ ഒരു സ്കിന്നും പിന്നെ എന്താ പറയാ അതിൻ്റെ കുടല് അങ്ങനെയുള്ള ഐറ്റംസ് അല്ലേ കളയാനുള്ളൂ, വേറൊന്നും കളയാനില്ല. അതിൻ്റെ മുള്ളു പോലും നമുക്ക് ചവച്ച് കഴിക്കാൻ പറ്റുന്ന പാകത്തിനാണ് ഉള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് പുളിയും ഉപ്പും മസാലയും എല്ലാം കൂടെ പിടിച്ച് നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളച്ച് ആ വെള്ളം ഇത്തിരി ഒന്ന് വറ്റട്ടെ. മൂടി വെച്ച് വേവിക്കണമെന്നില്ല, കാരണം വെള്ളം വറ്റിക്കാനാണെങ്കിലും മൂടി വെച്ച് വേവിക്കണ്ട. ഇത് നന്നായിട്ട് തിളച്ച് മീനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഈ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ സ്രാവൊക്കെ ഇങ്ങനെ ഉപ്പും മുളകും പിടിച്ചിങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെന്ത് അതൊന്ന് പൊടിഞ്ഞു വരും. ഇങ്ങനെ ഇളക്കാൻ പാടില്ല, പക്ഷെ ഇളക്കും ഇങ്ങനെ തവി വെച്ചിട്ടൊക്കെ നമ്മളിങ്ങനെ ഇളക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അത് പൊടിഞ്ഞു പോകും. ചട്ടിയൊക്കെ പിടിച്ച് ഇങ്ങനെ ചുറ്റിച്ചാണ് എടുക്കുന്നത്. എടുത്തിപ്പോൾ ആർക്കും കൊടുക്കാനൊന്നും അല്ലല്ലോ, നമുക്ക് തന്നെ കഴിക്കാനല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ഞാൻ ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു, ഉപ്പും പുളിയും എല്ലാം നല്ല പാകത്തിന് ആയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇന്ന് ഇത് കൂട്ടി ഫുഡ് കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെ വറുത്തരച്ച് വാളംപുളി പിഴിഞ്ഞൊഴിച്ചിട്ട് ഇങ്ങനെയൊന്ന് കറി വെച്ച് നോക്കണം കേട്ടോ, എങ്ങനെയുണ്ടെന്ന്. അപ്പൊ കറിയൊക്കെ സെറ്റായിട്ട് വെന്തിട്ടുണ്ട്. അത്യാവശ്യം ചാറിൽ തന്നെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് വെള്ളമില്ല, എങ്കിലും അത്യാവശ്യം കുറുകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു 2-3 മണിക്കൂറൊക്കെ ഇങ്ങനെ ഈ ഒരു പുളിയും ഉപ്പും എല്ലാം പിടിച്ച് ആ മാംസത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ കഴിക്കാൻ നല്ല രസമായിരിക്കും, നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം. നല്ല ഫ്ലഷസ് ആയതുകൊണ്ട് എണ്ണ മേളിൽ തെളിയുന്നതാണ് കറിയുടെ ആ ഒരു
കറി പാകമായി എന്നുള്ളൊരു പരുവം. അപ്പം അതുവരെ ഞാൻ തിളപ്പിച്ചിട്ടുണ്ട്, സിമ്മിലിട്ട് തിളപ്പിച്ചു. ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് മൂടി വെക്കാം. ഇനിയിപ്പോ ലാസ്റ്റ് എണ്ണ ഒഴിക്കുന്ന ഒരു പരിപാടിയുണ്ട് ചിലർക്ക്, അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോ ചെയ്യുന്നില്ല, ഞാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അതിന്റെ എത്രയും എണ്ണയിൽ കുളിപ്പിച്ചൊന്നും കിടത്തേണ്ട കാര്യമില്ല. സോ അതുകൊണ്ട് നമുക്ക് ഇന്ന് എന്തായാലും സ്രാവ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സോ വീഡിയോസ് ഒക്കെ ഇങ്ങനെ എല്ലാവരും കാണുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്. സോ വളരെയധികം വളരെ സന്തോഷം. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ, ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത പുതിയൊരു വീഡിയോയിലോട്ട് കാണുന്നവരെ